ഏകനാഥി സർക്കാർ ആയിരുന്ന സമയത്താണ് ഈ മാറ്റം ഉണ്ടായത്. കാരണം നേരത്തെ ഈ മദ്രാസിൽ നിന്ന് മാത്രമേ അറിയുമായിരുന്നല്ലോ വടക്കൊക്കെ. മദ്രാസിന് ഇതൊക്കെ ലോകം ഉണ്ടോ എന്നുള്ളത് ആർക്കും അറിയില്ല. ഇപ്പോൾ ഈ അതിൽ മദ്രാസ് എന്ന് പറഞ്ഞാൽ മലബാറും മദ്രാസ് പ്രൊവിൻസിൻ്റെ ഭാഗമാണല്ലോ. പഴയ മദ്രാസ് പ്രസിഡൻസി എന്ന് പറയുന്ന സ്ഥലം അങ്ങ് ഇന്നത്തെ ആന്ധ്രയുടെ വടക്കേറ്റം മുതൽ തുടങ്ങും. വിശാഖപട്ടണമൊക്കെ മദ്രാസിലാണ് കിടക്കുന്നത്. അവിടെ മുതൽ ഇങ്ങനെ തെക്ക് മുഴുവൻ മദ്രാസാണ്. അതന്ന് ബ്രിട്ടീഷുകാർ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നടത്തിയൊരു വിഭജനമാണ്. അപ്പോൾ അവിടെ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, പിന്നെ കുറച്ച് ഒറിയയും, ഈ 4 ഭാഷ പ്രധാനമായിട്ടുള്ള പ്രദേശങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതിനെല്ലാം കൂടെ സംഘത്തിന് ഒരൊറ്റ സ്റ്റേറ്റായിരുന്നു ആദ്യം. കുറേ കഴിഞ്ഞപ്പോൾ ആന്ധ്രയും കർണാടകവും വേറെയാക്കി. എന്നിട്ടും തമിഴ്നാടും കേരളവും ഒന്നായിട്ട് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് എന്തോ കാരണം കൊണ്ട് തമിഴ്നാട്ടിൽ സംഘപ്രവർത്തനം കുറവും കേരളത്തിൽ കൂടുതലുമായി. അതായത് തമിഴ്നാട്ടിലെ ഈ ദ്രാവിഡ പ്രസ്ഥാനത്തിൻ്റെയും DMK മുതലായിട്ടുള്ള രാമസ്വാമി നായ്ക്കർ ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ പ്രചരണത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം. ആദ്യം ഒക്കെ അവരും സംഘവുമായിട്ട് നല്ല ഉണ്ടായിരുന്നു. കുറേ കഴിഞ്ഞിട്ട് അവരുടെ ഈ ദ്രാവിഡ പ്രസ്ഥാനത്തിന് ശക്തി വന്നതോട് കൂടിയിട്ട് സംഘത്തിൽ വന്ന പല ആൾക്കാരും തന്നെ തിരിച്ചു പോയവരുണ്ട്, മറ്റേ ഭാഗത്തേക്ക് പോയവരുണ്ട്. പിന്നെ അവിടെ ബ്രാഹ്മണ വിരോധം വളരെ കഠിനമായിരുന്നു. അപ്പോൾ ഈ പൂണൂലിട്ടവനെ കണ്ടാൽ ഉടനെ തല്ലുക എന്നുള്ള പരിപാടി ഉണ്ടായിരുന്നു അവിടെ. അതിനെയൊക്കെ അതിജീവിച്ച് വേണമായിരുന്നു തമിഴ്നാട്ടിലെ സംഘത്തിൻ്റെ പ്രവർത്തനം വളർന്നു വരാനായിട്ട്. സംഘത്തിൻ്റെ സംഘാചാലകന്മാരെ പറ്റിയൊക്കെ നോക്കുവാണെങ്കിൽ അതെല്ലാം വല്ല അബ്രാഹ്മണരായിട്ടുള്ളവർ തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഏത് കാലത്തും. യത്തിരാജലു പണ്ട് പ്രാന്തകാര്യവാഹായിരുന്നു. യത്തിരാജലു പക്ഷേ തമിഴനല്ല, ഭാഷ തെലുങ്കാണ്. അങ്ങനെ നോക്കി കാണും. പിന്നെ വേറൊരു നമ്മുടെ നഞ്ചപ്പ ചെട്ടിയാർ തമിഴനാണ്, അദ്ദേഹം സംഘാചാലകമായിരുന്നു അവിടെ. അങ്ങനെ ഒരുപാട് അണ്ണാജി കണ്ണൻ തന്നെ ബ്രാഹ്മണനാണ്. അപ്പോൾ ഈ ബ്രാഹ്മണരോടുള്ള അവിടുത്തെ അബ്രാഹ്മണ ജനങ്ങളുടെ വിരോധമുണ്ടല്ലോ, ആ വിരോധം കൊണ്ടാണ് അവിടെ വളരാൻ ആദ്യകാലങ്ങളിൽ നല്ല പ്രചാരം ഉണ്ടായിരുന്നു. അപ്പം സേലത്തെ ശാഖയായിരുന്നു ഏറ്റവും വലിയ ശാഖ. ഏതോ ഒരു ഓട്ടിസിക്ക് നെല്ലൂരാണെന്ന് എനിക്ക് തോന്നുന്നു. സേലത്ത് നിന്ന് 101 പേരാണ് പോയത്. അത്രയും പേര് ഒരുമിച്ച് പോയ ഒരു സ്ഥലമില്ല. സേലമായിരുന്നു, ചെന്നൈയിലേക്കാളും വലിയ ശാഖ സേലമായിരുന്നു. അതുപോലെ മധുര, ഇതൊക്കെ മധുരയിലാണ് ആദ്യം ശാഖ തുടങ്ങിയത് തമിഴ്നാട്ടിൽ. അതിന് ശേഷമാണ് ചെന്നൈ തുടങ്ങിയെന്ന് കേട്ടിട്ടുണ്ട്. ഏതായാലും 939 തന്നെ മധുരയിലും ചെന്നൈയിലും ശാഖകളുണ്ട്. മധുരയിൽ ഈ ഹിന്ദു മഹാസഭയുടെ ഒരു സമ്മേളനം ചേർന്നിരുന്നു 938-39 മറ്റോ. ആ സമ്മേളനത്തിന് അന്നത്തെ മദ്രാസ് പ്രസിഡൻസിയിലുള്ള ധാരാളം ആൾക്കാർ പോയിരുന്നു. നമ്മുടെ ഭരതേട്ടൻ്റെ ജ്യേഷ്ഠൻ മാർത്താണ്ഡവർമ്മ, കണ്ണൂരിലെ ഒരു ACK നായർ എന്ന് പറഞ്ഞൊരാൾ, അതേപോലെ തലശ്ശേരിയിൽ നിന്ന് ഒരാൾ, ഇവരൊക്കെ ഈ സമ്മേളനത്തിന് പോയവരാ. അങ്ങനെ തെക്കോട്ട് ഹിന്ദു മഹാസഭ വ്യാപിച്ചു വരുന്ന ഒരു പ്രസ്ഥാനം വന്നു. അത് കഴിഞ്ഞിട്ട് ആ ഹിന്ദു മഹാസമ്മേളനത്തിന് വന്ന ആരോ ആണ് സംഘത്തിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അന്ന് തന്നെ അണ്ണാജി സംഘത്തിൽ താല്പര്യമെടുത്തു. അവിടെ ഒരു അദ്ദേഹത്തിന് ആ വന്ന ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല, ഹരിയേട്ടന് അറിയാമായിരുന്നു പേര്. അവിടെ ശാഖ തുടങ്ങി. അന്ന് മദ്രാസിലുണ്ട്. ദാദാജി പരമാർത്ഥ് 939 തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ 939 നിന്ന് വന്ന അവിടെ വന്നിട്ടാണ് ആദ്യത്തെ ബാച്ച്. ഡോക്ടർ ജിയുടെ അവസാന പ്രസംഗം കേൾക്കാനായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് 2-3 പേരുണ്ടായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഈ മദ്രാസ് മുതൽ അങ്ങ് അഖിലേന്ത്യാ വ്യാപകമായി സംഘം, ഇവിടെ ഞാൻ ഹിന്ദുരാഷ്ട്രത്തിൻ്റെ സംക്ഷിപ്ത രൂപം കാണുന്നു എന്നൊക്കെ പറയുന്നത് ഈ തമിഴ്നാട്ടിൽ നമ്മുടെ ആൾക്കാർ പോയതുകൊണ്ടാണ്. അങ്ങനെ വന്ന് സംഘത്തിൻ്റെ പ്രവർത്തനം വ്യാപിച്ച സമയത്ത് ഒരു ഘട്ടമെത്തി. അപ്പോൾ നമ്മുടെ ദക്ഷിണ പ്രാന്തത്തിൻ്റെ, തമിഴ്നാട് എന്ന് പറയുന്ന പ്രാന്തത്തിൻ്റെ ആസ്ഥാനം ചെന്നൈയിലാണ്. പക്ഷേ സംഘത്തിൻ്റെ പ്രവർത്തനം കൂടുതലുള്ളത് കേരളത്തിൻ്റെ ഭാഗം, പ്രത്യേകിച്ചും മലബാറിലാണ്. തിരുവിതാംകൂറിലൊക്കെ 4-5 ശാഖയുള്ളൂ ആ സമയത്ത്. തിരുവനന്തപുരത്ത്, നാഗർകോവിലിൽ, കൊല്ലത്ത്, പിന്നെ ചങ്ങനാശ്ശേരിയിൽ, ആലപ്പുഴ, തീർന്നു തിരുവിതാംകൂറിൻ്റെ ഭാഗം. വേറെ ഒന്നും ഇല്ല. കൊച്ചിയിലാണെങ്കിൽ എറണാകുളം, മട്ടാഞ്ചേരി, ആലുവയിലുണ്ടായിരുന്നു. ആലുവ അന്ന് തിരുവിതാംകൂറിലാണ്. പിന്നെ തൃശ്ശൂർ, ഗുരുവായൂരും, 4 ശാഖ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിന് തന്നെയായിട്ട് മലയാളം സംസാരിക്കുന്ന, അതേസമയത്ത് മലബാറിൽ 10-100 ശാഖകളുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ. ശങ്കരശാസ്ത്രി അവിടെ പ്രചാരക്കായിരിക്കുന്ന സമയത്ത് മലബാറിൽ കൂടുതൽ ശാഖകളുണ്ടായിരുന്നു. അപ്പോൾ ഈ കേരളം ഒരു പ്രത്യേക സംസ്ഥാന പുനർവിഭജനം കൂടെ കഴിഞ്ഞതിന് ശേഷം ഈ പൊളിറ്റിക്കലായിട്ട് കേരളം ഒന്നായി. അതിൽ തമിഴ് താലൂക്കുകൾ ചെന്നൈയിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് പൊതുവേ മനസ്സിൽ ഇങ്ങനെ ഒരു കേരളം പ്രത്യേക ഒരു യൂണിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിന് മെച്ചമായിരിക്കും എന്നുള്ള ഒരു ചിന്താഗതി വളർന്നു വന്നിരുന്നു. അപ്പോൾ അങ്ങനെ അത് പലരും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ നമ്മുടെ സംഘാധികാരിമാരെ
അറിയിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഏകനാഥ്ജി സർക്കാര്യവാഹായത്. ഏകനാഥ്ജി സർക്കാര്യവാഹായപ്പോൾ സംഘത്തിൻ്റെ പ്രവർത്തനത്തിനെ മുഴുവനും എന്താ പറയേണ്ടത്, ഈ റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സ്കീം നടപ്പിലാക്കി. അതിന് വേണ്ടിയിട്ട് ഇൻഡോറിൽ 58-ലോ 59-ലോ ഇൻഡോറിലൊരു ബൈഠക്ക് വെച്ചു. ആ ബൈഠക്കിൽ ഈ സംഘത്തിൻ്റെ പ്രവർത്തനം എങ്ങനെ വളർന്നു വരണം, അതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു സ്കീം അദ്ദേഹം തയ്യാറാക്കി അതവിടെ അവതരിപ്പിച്ചിരുന്നു. അതിൻ്റെ വിഭാഗ് പ്രചാരകന്മാരാണ് പോയത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തുടർച്ച എന്നോണം ഏകനാഥ്ജി ഇവിടെ കൊച്ചിയിലൊരു ബൈഠക്കുണ്ടായി. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രചാരകന്മാരെയൊക്കെ ഒരുമിച്ചിരുന്ന് അദ്ദേഹത്തിൻ്റെ ആ ആശയങ്ങൾ മുഴുവനും ഒരു 4 ദിവസത്തെ ബൈഠക്കായിരുന്നു. 3 ദിവസം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളായിരുന്നു മുഴുവൻ എല്ലാം. ഓരോ വിഷയമായിട്ട് അവതരിപ്പിച്ച് സംഘത്തിൻ്റെ ആശയപരമായിട്ടുള്ള അടിത്തറ, സംഘടനാപരമായിട്ടുള്ള അടിത്തറ, സാമൂഹ്യമായിട്ടുള്ള അടിത്തറ, ഇതെല്ലാം വളരെ വിശദമായിട്ട് അവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ടുള്ള മറ്റു പ്രചാരകന്മാർക്ക് പറയാനായിട്ടുള്ള അവസരം കൊടുത്തു. അവർ അത് പറയുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പ്രവർത്തകർ ഈ ഐഡിയ അവിടെ അവതരിപ്പിക്കാനായിട്ട് ഹരിയേട്ടനെ ചുമതലപ്പെടുത്തി. ഹരിയേട്ടനും വളരെ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനം ഈ കേരളത്തിലെ പ്രവർത്തനത്തിൻ്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. സംഘസാഹിത്യമില്ല മലയാളത്തിൽ. സംഘസാഹിത്യം ആകെയുള്ളത് ഗാനാഞ്ജലി, വേറെ ഒന്നുമില്ല. പിന്നെ ഒരെണ്ണമുള്ളത് പരമേശ്വർജി ആ കാലത്ത് ഭാരതത്തിലെ വിദേശ പാതിര പ്രവർത്തനം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിരുന്നു. ഈ നിയോഗി കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം ആ പുസ്തകം, പിന്നെ പണ്ടങ്ങാണ്ട് ആദ്യത്തെ നിരോധന കാലത്ത് നമ്മുടെ PVK നിരങ്ങഴി എഴുതിയിട്ടുള്ള RSS എന്തിനെന്ന് പറഞ്ഞൊരു പുസ്തകം. ഇങ്ങനെ 3 പുസ്തകങ്ങളേ ഉള്ളൂ. അത് പോരാ, നമുക്ക് സംഘത്തിൻ്റെ കൂടുതൽ പുസ്തകങ്ങളുണ്ടാവണം എന്നൊക്കെ ഹരിയേട്ടൻ അവിടെ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ബാക്കിയുള്ളവരും ഏതാണ്ട് ഈ ലൈനിൽ തന്നെയാണ് സംസാരിച്ചത്. പക്ഷേ എല്ലാവരുടെയുമായിട്ട് പറഞ്ഞത് ഹരിയേട്ടനാണ്. ഭാസ്കർറാവും ഏതാണ്ട് അതേ ലൈനിൽ തന്നെയാണ് സംസാരിച്ചത്. പക്ഷേ ഇങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞില്ല. ഇതൊക്കെ കേട്ടതിന് ശേഷം ഏകനാഥ് അദ്ദേഹത്തിൻ്റെ ഈ സമാപന ഭാഷണത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതുപോലെ ഈ ഇതിൽ ഹരിയേട്ടൻ പറഞ്ഞതിൽ കേരളത്തിൽ ജനസംഘത്തിൻ്റെ പ്രവർത്തനത്തിനും കൂടെ പ്രാധാന്യം കൊടുക്കണം. കാരണം കേരളം ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സംസ്കാരം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മുടെ സംഘത്തിൻ്റെ ആശയം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഭാരതീയ ജനസംഘത്തിൻ്റെ പ്രവർത്തനവും ഇവിടെ തുടങ്ങിയാലേ സാധിക്കുള്ളൂ. ഇന്നത്തെ പ്രവർത്തനം അത് വളരെ ദോഷകരമാണ്. ഭരതേട്ടനും വന്നിരുന്നു പരിപാടിക്ക്. ഭരതേട്ടനാണെന്ന് സെക്രട്ടറി. ഭരതേട്ടനും വളരെ ശക്തമായിട്ട് ആ കാര്യം ആവശ്യപ്പെട്ടു. അപ്പോൾ ഒരു പ്രചാരകനെ ജനസംഘത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള സംഘടനാ കാര്യങ്ങൾക്കായിട്ട് നിയോഗിക്കണം എന്നുള്ളൊരു ആവശ്യം അവിടെ വന്നു. ഏകനാഥ്ജി മറുപടി പറയുന്ന കൂട്ടത്തിൽ ഈ കാര്യങ്ങളെല്ലാം പരിഗണിക്കുന്നുണ്ട്. കേരളത്തിലേക്ക് ജനസംഘത്തിൻ്റെ പ്രവർത്തനം കേരളത്തിൽ പ്രത്യേക ഒരു സംസ്ഥാനമായിട്ട് നിലനിർത്തണം എന്നുള്ളതിനും അതിനൊരു പ്രചാരകൻ വേണമെന്നുള്ളതിനും എല്ലാം വളരെ ന്യായമായ ആവശ്യങ്ങളാണ്. അത് എങ്ങനെ വേണം, ആര് വേണം എന്നെല്ലാം നിശ്ചയിക്കേണ്ടത് ഗുരുജിയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഗുരുജിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ആ വിവരങ്ങൾ അറിയിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെയും നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നു അത് നടക്കാൻ പോകുന്നു. പിന്നെ കേരള ഒരു പ്രത്യേക ഭാഗമായിട്ട് മാറി. ഈ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗം തന്നെയാണ്. അങ്ങനെ ഭാഗമായിട്ട് മാറിയിട്ട് ആ ഭാഗിൻ്റെ പ്രചാരകനായിട്ട് ഭാസ്കർറാവിനെ നിശ്ചയിച്ചു. പിന്നെ മലബാറിലെ പ്രചാരകരായിരുന്ന ശങ്കർ ശാസ്ത്രിയെ മധുരയിലേക്ക് മാറ്റി. അങ്ങനെ പ്രധാനപ്പെട്ട ഈ പ്രചാരകന്മാരുടെ മാറ്റത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു ഇതൊന്നു. അപ്പം മനസ്സുകൊണ്ട് എല്ലാവരും കേരളം പ്രത്യേക സംസ്ഥാനമായി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഒരു ഭാഗമാണ് അതിൽ പഴയ തിരുവിതാംകൂറിലെ തമിഴ് താലൂക്കുകൾ. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രകാരം തന്നെ അത് തമിഴ്നാടിൻ്റെ ഭാഗമായി കഴിഞ്ഞിരുന്നു. 4 താലൂക്കുകളുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റം അവിടെ വെച്ച് ആ ബൈഠക്ക് കഴിഞ്ഞിട്ടാണ് അത് പ്രയോഗത്തിൽ വന്നത്. പരമേശ്വർജിയെയാണ് ജനസംഘത്തിലേക്ക് കൊടുക്കുന്നത് എന്നുള്ളത് അവിടെ വെച്ച് തന്നെ തീരുമാനിച്ചതാണ്. മാധവജി ആയിരിക്കും പോകുന്നതെന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം മാധവജിയാണ് ഈ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഇടപെട്ടിരുന്നതും സംസാരിച്ചിരുന്നതും വിശകലനം ചെയ്തിരുന്നതും ഒക്കെ മാധവജിയാണ്. അപ്പോൾ മാധവജി ആവും ജനസംഘത്തിന് പോകാമെന്ന് എല്ലാവരും വിചാരിച്ചു. മാധവജി തന്ത്രപരമായിട്ട് അതിൻ്റെ അകത്ത് ഒഴിഞ്ഞു. എന്നിട്ട് പരമേശ്വർജിയുടെ തലയിൽ എടുത്തു വെച്ചു. അത് പരമേശ്വർജി രാഷ്ട്രീയ കാര്യങ്ങളിൽ തീരെ താല്പര്യമില്ലാത്ത മനുഷ്യനായിരുന്നു. എല്ലാവർക്കും അറിയാം പരമേശ്വർജിക്ക് രാഷ്ട്രീയ കാര്യങ്ങളോട് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല ആ കാലത്ത്. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് പരമേശ്വർജിയെ ജനസംഘത്തിലേക്ക് നിയോഗിക്കുന്നത് എന്ന് അറിഞ്ഞു. പിന്നീട് രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ആൾക്കാരെ അത്
അതിനെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടെ താല്പര്യം കൂടി വരില്ലേ. ഏതായാലും അടിയന്തരാവസ്ഥ വരെ പരമേശ്വർജി ജനസംഘത്തിൻ്റെ ചുമതല വഹിച്ചിട്ടുള്ളൂ. പിന്നീട് ഭാരതീയ വിചാരകേന്ദ്രം ഇതായി നമ്മുടെ ദീൻദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു. ആ ദീൻദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരിക്കുന്ന കാലത്താണ് കേരളത്തിലെ ഈ ഇൻ്റലക്ച്വൽ ബൗദ്ധിക രംഗത്ത് സംഘത്തിൻ്റെ താല്പര്യം അനുസരിച്ചിട്ടുള്ള ഒരു പുതിയ ഉണർവുണ്ടാവണം, അതിനു വേണ്ടിയിട്ടുള്ള ഗവേഷണങ്ങൾ വേണം, അതിനു വേണ്ടിയിട്ടുള്ള ഈ സംഗമങ്ങൾ നടക്കണം, അതിനൊക്കെ ആരെങ്കിലും ഒരാളെ നിശ്ചയിക്കണം എന്നുള്ള ആശയം കുറേശ്ശെയായിട്ടാണ് വന്നത്. പക്ഷേ തേങ്കടിജിയാണ് അതിന് മുൻകൈ എടുത്തത്. അങ്ങനെ പരമേശ്വരിക്കാണെങ്കിൽ ഈ ദീൻദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹി അന്തരീക്ഷമൊന്നും അത്ര രുചിക്കാതെ വന്നു അവസാനമായപ്പോഴത്തേക്കും. അപ്പോൾ പരമേശ്വർ ഇങ്ങനെ ഭാരതീയ വിചാരകേന്ദ്രം എന്നൊരു പുതിയ പ്രസ്ഥാനം ആരംഭിക്കണം, അതിൻ്റെ കേന്ദ്രം തിരുവനന്തപുരത്തായിരിക്കണം എന്ന് അന്ന് തന്നെ നിശ്ചയിച്ചിരുന്നു. കാരണം തിരുവനന്തപുരം തലസ്ഥാനം എന്നുള്ള നിലയിൽ എല്ലാത്തിൻ്റെ ഒരു നേർ സെൻറ്ററാണല്ലോ. അങ്ങനെ ഭാരതീയ വിചാരകേന്ദ്രം അവിടെ ആരംഭിച്ചു. അതിനപ്പുറത്ത് തന്നെ വേറൊരു കൊട്ടാരം ഉണ്ടായിരുന്നു. ഇതൊരു വളരെ പ്രസിദ്ധമായ പേരുണ്ട്. ആ കൊട്ടാരവും ഇതേപോലെ അത് തെക്ക് തമിഴ്നാട്ടിലുള്ള ഒരു കുടുംബത്തിൻ്റെ വകയായിരുന്നു. അത് മുഞ്ചിറ ആണെന്ന് തോന്നുന്നു. ആ സ്ഥലവും സംഘത്തിന് കാര്യാലയമായിട്ട് കിട്ടി. അപ്പോൾ ഇപ്പോഴും ആ സ്ഥലം കാണണം കയ്യിൽ, നമ്മുടെ കയ്യിൽ. ഇപ്പോൾ കാര്യാലയം അവിടുന്ന് കുറച്ച് മാറിയിട്ടാണ്, പടിഞ്ഞാറേക്കോട്ടയിലാണ് ഈ രണ്ട് സ്ഥലവും. അത് ഈ ഒരു സ്വാമിയാരുടെ വകയായിരുന്നു ആ ബിൽഡിങ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അവിടം വരെ ആ സ്വാമിയാർ സ്വന്തം സ്ഥലത്തേ നടന്നു പോവുള്ളൂ. അപ്പോൾ ഒരു കരിങ്കല്ലിൻ്റെ തളിക കുഴിച്ചിട്ടിട്ടൊരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങോട്ട് ക്ഷേത്രത്തിനകത്ത് നിന്ന്. പെരിയ നമ്പിയുടെ ആയിരുന്നു എനിക്ക് തോന്നുന്നത് അവിടുത്തെ. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം മുതൽ അവിടം വരെ സ്വന്തം മണ്ണിൽ കാല് വെച്ച് പോകാനായിട്ട് കല്ലുകൊണ്ട് വഴി ഉണ്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ പെരിയ നമ്പി ആണ്. അപ്പോൾ മുമ്പിൽ ഒരാൾ വിളക്കം പിടിച്ച് നടക്കണം, പുറകെ ആൾ നടക്കും. അങ്ങനെ പോയി അവിടെ ചെല്ലാനുള്ള ഒരേർപ്പാടാണ്. ഇപ്പോഴും ആ വഴി കാണാം തിരുവനന്തപുരം കാര്യാലയത്തിൽ പോയാൽ. അവിടെ കിട്ടി കാര്യാലയം. അപ്പോൾ കോട്ടയ്ക്കകത്ത് ഈ രണ്ട് കാര്യാലയം കിട്ടിയതോടുകൂടിയിട്ട് തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്തെ പ്രവർത്തനങ്ങൾ വളരെ ശക്തിയായിട്ട് നടത്താനായിട്ട് സാധിച്ചു. എത്രയോ കാലമായി അത് കയ്യിലിരിക്കുന്നു. പിന്നെ തിരുവനന്തപുരത്ത് തൈക്കാട്ടൊരു കാര്യാലയം ഉണ്ടായിരുന്നു, ശ്മശാനത്തിൻ്റെ അടുത്ത്. VP ജനേട്ടൻ പ്രചാരക്കായിരുന്ന സമയത്ത് അവിടെ അത് നല്ല കെട്ടിടമായിരുന്നു, വാടകയ്ക്ക് എടുത്താണ്. അങ്ങനെ ഉണ്ട് അവിടെ.